Hi friends, Assalamu alaikum. Bismi chalote എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ടയും തക്കാളിയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി 4 മണി പലഹാരമായിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അപ്പോൾ അതിനുള്ള ഒരു ഐറ്റം ആണ് നമ്മളിത് ഈ രണ്ട് വെച്ചിട്ട് തയ്യാറാക്കുന്നത്. അതിനേക്ക് ഞാനിവിടെ 4 കോഴിമുട്ടയും 3 തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ 4 കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ്. പൊടിയെന്നല്ല, ഇത് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, നന്നായിട്ട് ഒരു 1.5 മിനിറ്റോളം ഇത് ഞാൻ ഇതേപോലെ ഈ ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ബേക്കിൻ്റെ ആ ഒരു ഭാഗം ഇത് വേണ്ട കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ഒരുപാട് തിന്നുമല്ല, എന്നാൽ ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഈ രീതിയിൽ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 2 തക്കാളി കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, തക്കാളി ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലോ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്യാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഓയിലൊക്കെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി വെച്ച് കൊടുക്കാം. തക്കാളിയുടെ അളവ് നമ്മളെടുക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വരും കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് ഇത് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, സൈഡ് ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുളകൊന്ന് ചതക്കിയെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറിയ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് നമ്മൾ ചേർക്കുന്നത് വേണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. വലിയവർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഒരല്പം എരിവോടുകൂടി കഴിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ഞാനൊരു 100 ഗ്രാം എടുത്തിട്ടില്ല. അതിലൊരല്പം താഴെ വരുന്ന ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര ചീസ് വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചെറുതും വലുതുമായ പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്.
ഇനി നമ്മൾ ചീസ് ചേർത്തതിൻ്റെ മുകളിൽ കൂടി ഒരല്പം ഉണക്കമുളക് ചതക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന എത്ര മുട്ട എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മളെടുക്കുന്ന പാൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് കുക്കിംഗ് ടൈം വരും കേട്ടോ. അപ്പോൾ എനിക്കൊരു 4 മിനിറ്റ് കൊണ്ട് റെഡിയാകും. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഞാനിതൊരു 3 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ എനിക്കിവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ഇത്രയും മതി. ഇനി ഞാനിത് ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി അതൊരു അല്പം മല്ലിയില, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ കരുതി മാത്രം ഇതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ, വെറുതെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് ഒക്കെ വിട്ട് വന്നിട്ടുണ്ട്. നോക്കാം, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ചീസ് ഇട്ടതുകൊണ്ട് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മോൾ ഭാഗം എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയും മുട്ടയും കൊണ്ടുള്ള നല്ലൊരു അടിപൊളി എന്താ പറയുക, ഇത് നമുക്ക് 4 മണിക്ക് വേണമെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. വെറുതെ ഒന്ന് കഴിക്കാൻ തോന്നിയാൽ അപ്പോഴും കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.